നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ എ ന്യൂ ഡീൽ ഫോർ ഇന്ത്യൻ ബിസിനസ് എന്ന തലക്കെട്ടിൽ രാഹുൽ ഗാന്ധി എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ വിമർശനം. മഹാരാജാക്കന്മാരുമായും നവാബുമാരുമായും പങ്കാളികളാകുകയും കൈക്കൂലി നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ ശ്വാസം മുട്ടിച്ചുവെന്നും അനുസരണയുള്ള മഹാരാജാക്കളെ ബ്രിട്ടീഷുകാർ ഭയപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി. ഇതിനെ പഴയ രാജകുടുംബത്തിലെ നിരവധി അംഗങ്ങൾ അപലപിച്ചു. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള മുൻ രാജകുടുംബാംഗങ്ങളിലെ അംഗങ്ങളുടെ കടുത്ത വിമർശനത്തിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിധേയനായി. രാഹുൽ ഗാന്ധിയുടെ കൊളോണിയൻ ചിന്താഗതി എല്ലാ പരിധികളും കടന്നതായി സിന്ധ്യ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് എംപിക്ക് ചരിത്രത്തെക്കുറിച്ച് അറിവില്ലെന്ന് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയും മുൻ ജയ്പൂർ രാജകുടുംബാംഗവുമായ ദിയ കുമാരി പറഞ്ഞു. രാഹുൽ ഗാന്ധി തന്റെ വംശപരമ്പര കാരണം താൻ ആസ്വദിച്ച പദവികൾ മറക്കാൻ പ്രേരിപ്പിച്ചതായി എക്സിലെ ഒരു പോസ്റ്റിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. വിദ്വേഷം വിൽക്കുന്നവർക്ക് ഇന്ത്യൻ അഭിമാനത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പ്രഭാഷണം നടത്താൻ അവകാശമില്ല. ഭാരതത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കൊളോണിയൻ ചിന്താഗതിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ അജ്ഞത എല്ലാ പരിധികളും കടന്നിരിക്കുന്നു, സിന്ധ്യ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ പൈതൃകം ഗാന്ധി എന്ന തലക്കെട്ടിൽ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഒരിക്കൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത സഹായിയായിരുന്ന കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ജയ്പൂരിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന മാൻസിംഗ് രണ്ടാമന്റെ ചെറുമകൾ ദിയ കുമാരി ഇന്ത്യയിലെ പഴയ രാജകുടുംബാംഗങ്ങളെ അപകീർത്തിപ്പെടുത്താനും സമൂഹത്തെ ഭിന്നിപ്പിക്കാനും ഗാന്ധി ശ്രമിച്ചതായി ആരോപിച്ചു. രാജസ്ഥാനിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിനിടെ അവർ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുകയും കോൺഗ്രസിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനിടെ ജയിലിൽ കഴിയുന്ന വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിന്റെ പാകിസ്ഥാൻ ഭാര്യ മുഷാൽ ഹുസൈൻ മുള്ളിക് തന്റെ ഭർത്താവിന്റെ കേസ് ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയെ സമീപിച്ചു. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ തലവനും സ്വയം സമ്മതിച്ച വിഘടനവാദിയുമായ മാലിക് ഇന്ത്യൻ ഭരണകൂടത്തിനും കാശ്മീരി ഹിന്ദു സമൂഹത്തിനും എതിരായ കുറ്റകൃത്യങ്ങളുടെ സൂത്രധാരനാണെന്ന് ആരോപിക്കപ്പെടുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിലും 1989 അന്നത്തെ ആഭ്യന്തരമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകൾ റുബയ്യ സയ്യിദിനെ തട്ടിക്കൊണ്ടുപോയതും ഉൾപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ നീണ്ട കുറ്റാരോപണങ്ങളുടെ പട്ടിക. മുഷാൽ മുള്ളിന്റെ തുറന്ന കത്ത് പൊതുജനങ്ങളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ശബ്ദങ്ങളിൽ നിന്നും രോഷം നേരിടുന്നു. മുള്ളക്കിന്റെ അഭ്യർത്ഥന പ്രകോപനം സൃഷ്ടിച്ച കാരണം അവരുടെ അഭ്യർത്ഥന പരിഗണിക്കുന്നത് കാശ്മീരി പണ്ഡിറ്റുകൾ നേരിടുന്ന ആഘാതത്തെ തുരങ്കം വയ്ക്കുമെന്നും ഇന്ത്യ വിരുദ്ധ അജണ്ടകളിലേക്ക് ഇത് നയിക്കുമെന്നും പലരും വിശ്വസിക്കുന്നു. അതിനിടെ മഹാരാഷ്ട്ര നാഗ്പൂരിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ കോൺഗ്രസ് പാർട്ടി ഭരണഘടനയുടെ ശൂന്യമായ പകർപ്പുകൾ വിതരണം ചെയ്തുവെന്ന് BJP ആരോപിച്ചു. ഇതിലെ വിരോധാഭാസം എന്തെന്നാൽ ഭരണഘടനയെ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതായിരുന്നു പരിപാടിയുടെ പ്രമേയം. മഹാരാഷ്ട്ര BJP സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അതിവേഗം വൈറലായി. മുൻവശത്ത് ഇന്ത്യൻ ഭരണഘടന എന്നെഴുതിയ പുസ്തകങ്ങൾ കാണിച്ചു. എന്നാൽ ആദ്യ പേജിലെ ആമുഖം ഒഴികെ ശൂന്യമായ പേജുകൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ മായ്ക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എഴുതിയ എല്ലാ നിയമങ്ങളും ഇല്ലാതാക്കണം. അതിനാലാണ് ഇടക്കാലത്തേക്ക് സംവരണം റദ്ദാക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രവചിച്ചത്. മഹാരാഷ്ട്ര BJP ട്വീറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.